ഇന്നലെ അതായത് ബുധനാഴ്ച വൈകുന്നേരം 6 മണി വരെ കേരളത്തിലെ എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തത് 90% കടന്നിരിക്കുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ കേൽക്കറാണ് ഇത് ഔദ്യോഗികമായി അറിയിച്ചത്. എന്നാൽ കണ്ടെത്താൻ കഴിയാത്ത വോട്ടർമാരുടെ എണ്ണം കേരളത്തിലും വ്യാപകമാകുന്നൊരു സാഹചര്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് വോട്ടർമാരെ കണ്ടെത്താൻ കഴിയാത്ത ഫോമുകളുടെ എണ്ണം 60,344 ഉയർന്നിട്ടുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് പുനഃപരിശോധനയ്ക്ക് വിധേയമാകുന്ന മൊത്തം വോട്ടർമാരുടെ 0.22% വരികയാണ്. ഇത് കൃത്യമായ ഒരു കണക്കല്ല എങ്കിലും എല്ലാ BLOമാരും മുഴുവൻ ഡാറ്റയും ഡിജിറ്റൈസ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെയുണ്ട്. ആ യഥാർത്ഥ കണക്ക് ഇതിലും കൂടുതലാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു പക്ഷേ 1,00,000-നടുത്തേക്ക് തന്നെ എത്താനും സാധ്യതയുണ്ട്. ഈ വിഷയത്തിൽ പരമാവധി കൃത്യതയും സുതാര്യതയും ഉറപ്പുവരുത്തുന്നതിനും ഭാവിയിൽ ഇതിനെക്കുറിച്ചുള്ള പരാതികൾ ഉണ്ടാകാതിരിക്കുന്നതിനുമായി അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾ നാമനിർദ്ദേശം ചെയ്ത ബൂത്ത് ലെവൽ ഏജന്റുമാരുമായി ചേർന്ന് അടിയന്തരമായ യോഗങ്ങൾ സംഘടിപ്പിക്കാൻ എല്ലാ BLOമാർക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അല്ലെങ്കിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെയൊരു യോഗം നടക്കാൻ പോകുന്നത്. ഈ ഫോമുകൾ സ്വീകരിക്കുന്നതിനും അവ അപ്ലോഡ് ചെയ്യുന്നതിനുമായി ബൂത്ത് ലെവൽ ഓഫീസർമാർ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ പിന്തുണയോടെ കളക്ഷൻ ഹബ്ബുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം തുടരുകയാണ്. കേരളത്തിലുടനീളം കളക്ഷൻ ഹബ്ബുകൾ തുടങ്ങിക്കഴിഞ്ഞു. ഇന്നലെ തിരുവനന്തപുരം ജില്ലയിലെ നേമം, വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിലെ ഹബ്ബുകൾ തെരഞ്ഞെടുപ്പ് ഓഫീസർ നേരിട്ട് തന്നെ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ ജില്ലാ കലക്ടർമാരും ഇത്തരം ഹബ്ബുകൾ എല്ലാ ജില്ലകളിലും ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുകയും പ്രവർത്തനം നടത്തുന്നുണ്ട് എന്നുള്ളത് വിലയിരുത്തുകയും ഒക്കെ ചെയ്യാൻ പോവുകയാണ്. അതായത് മരണപ്പെട്ടതും ഇരട്ട വോട്ടുകൾ ഉള്ളതുമൊക്കെയായി വോട്ടുകൾ തള്ളപ്പെടുമ്പോൾ ഈ പറയുന്ന 63,000 അല്ലെങ്കിൽ 1,00,000 വരെ വോട്ടുകൾ വന്നാലും അത് അത്ര വലിയ സംഖ്യയൊന്നുമല്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു BLOയുടെ മരണവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഉണ്ടായ ഭീഷണി എന്ന് പറയുന്നത് നിർബന്ധിച്ച് ചില കാര്യങ്ങൾ നടത്തിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടി. കേന്ദ്രത്തിൽ BJP ആണെങ്കിൽ കേരളത്തിൽ അത് CPM ആണ് ഈ കൃത്രിമം നടത്താൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് കൂടുതലും. അങ്ങനെ വരുമ്പോൾ അർഹതപ്പെട്ട പലർക്കും വോട്ടുകൾ നഷ്ടപ്പെടുന്നൊരു സാഹചര്യമാണ് വരാൻ പോകുന്നത്. ഏതായാലും ശുദ്ധീകരിച്ച ഒരു വോട്ടർ പട്ടികയാണ് വരുന്നതെങ്കിൽ പലപ്പോഴും ഇരട്ട വോട്ടുകളെയും കള്ള വോട്ടുകളെയും പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് തന്നെയാണ് വലിയ നഷ്ടം വരിക. അർഹരാരെങ്കിലും ഒഴിവാകുന്നുണ്ടോ എന്ന് നോക്കുന്നതിൽ പരാജയപ്പെട്ടിടത്താണ് BJPയുടെ അട്ടിമറി ഉത്തരേന്ത്യയിലൊക്കെ നടന്നിട്ടുള്ളത് എന്നിരിക്കെ കേരളത്തിലും പ്രതിപക്ഷം ജാഗ്രത പാലിക്കുന്നത് നല്ലതാണ്. ബീഹാറിലും UPയിലും അടക്കം അർഹരായവർ പലരും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച ഉദ്യോഗസ്ഥന്മാരെ വരെ ഭീഷണിപ്പെടുത്തി കൊലപ്പെടുത്തിയത് അത് കേരളത്തിൽ മാത്രമായിരിക്കും. അതുകൊണ്ട് ഈ സംവിധാനത്തിനെതിരെ ഭയമല്ല വേണ്ടത്, ജാഗ്രത തന്നെയാണ്.